ഇടുക്കി ഹൈറേഞ്ചിൽ കർഷകരെ ദുരിതത്തിലാക്കി ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകം. ഇതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വ്യാപകമായി ശരവും ചിമ്പുകളും അഴുകി നശിച്ചു. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജില്ലയിലെ ഏലം കർഷകർ. നെടുങ്കണ്ടം, ഉടുമ്പൻചോല, രാജക്കാട്, ശാന്തൻപാറ, പാമ്പാടുംപാറ, വണ്ടൻമേട്, കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് തട്ടമറിച്ചിലും അഴുകലും വ്യാപകമായിരിക്കുന്നത്. 15% മുതൽ 30% വരെ ഉൽപ്പാദനം കുറയുമെന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉൽപ്പാദനം കുറഞ്ഞുവെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ ചീഞ്ഞു നശിച്ചു. മെയ് പകുതി മുതൽ ജൂൺ 30 വരെ ജില്ലയിൽ തുടർച്ചയായി പെയ്ത മഴ ഏലം കർഷകന്റെ പ്രതീക്ഷകളെയാണ് തകിടം മറിച്ചത്. മരുന്ന് ഒഴിച്ചിട്ട് നമുക്ക് വില വെച്ചിട്ട് നോക്കുമ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ഉൽപ്പാദനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നഷ്ടത്തിലേക്ക് തന്നെ വരും. വലിയ തുക ചെലവഴിച്ചാണ് രോഗപ്രതിരോധത്തിനായി ബോഡോ മിശ്രിതം തയ്യാറാക്കി തളിച്ചിരിക്കുന്നത്. 40 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഏലത്തിന് ബോഡോ മിശ്രിതം തളിക്കണം. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു. അതോടുകൂടി തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും തട്ടയൊടിയുകയും കാരണം കണ്ടമാനം ചെടികൾ നശിച്ചു. അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത് ചെറുകിടക്ക് തോട്ടമല്ല വെൺകിട തോട്ടം എല്ലാ തോട്ടങ്ങൾക്കും ഈ പാട്ടത്തിലെടുത്തിരിക്കുന്നത് വളരെ ദുരിതത്തിലാണ്. ഈ ബോഡോ മിശ്രിതം തുരിശിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. മെച്ചപ്പെട്ട വില ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും സീസൺ ആരംഭിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. കർക്കിടകത്തിൽ വരാനിരിക്കുന്ന മഴയെ ഓർത്ത് കർഷകർ ഭീതിയിലാണ്. ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും ഹെക്ടർ കണക്കിന് ഏലം കൃഷി ഒടിഞ്ഞു നശിച്ചിരുന്നു. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി കർഷകരെ തേടിയെത്തുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.